എല്ലാവർക്കും നമസ്കാരം. നാരായണീയം 27-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. വജ്രാദിസ്ഥിരതരകർപ്പരേണ വിഷ്ണു വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോധേ കുഹരഗതേന വർഷ്മണാത്വം നിർമഗ്നം ക്ഷിതിധരനാഥമുന്നിനേധാ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. വജ്രാദി സ്ഥിരതര കർപ്പരേണ, വജ്രത്തേക്കാൾ കടുപ്പം കൂടിയ പുറംചട്ടയുള്ളതും. വിഷ്ണു, സർവവ്യാപിയായ ഹേ വിഷ്ണു. അതായത് വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപ്നോതി ഇതി വിഷ്ണു എന്നാണ്. സർവവ്യാപിയാണ് ഭഗവാൻ എന്നർത്ഥം. വിസ്താരാത് പരിഗത ലക്ഷയോജനേന, 1,00,000 യോജന വിസ്താരമുള്ളതുമായ പൃഷ്ഠഭാഗം കൊണ്ട്. അംബോധി, സമുദ്രത്തിൻ്റെ. കുഹരഗതേന, അന്തർഭാഗത്ത്. വർഷ്മണാത്വം, എത്തിയതുമായ ശരീരം കൊണ്ട്. നിർമഗ്നം, താണുപോയ. ക്ഷിതിധരനാഥം, മന്ദരപർവ്വതത്തെ. ഉന്നിനേധ, മേലോട്ടുയർത്തുകയും ചെയ്തു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഹേ സർവവ്യാപിയായ വിഷ്ണു, ആമയുടെ ശരീരം ധരിച്ച അങ്ങ് വജ്രം പോലെ ഉറപ്പുള്ളതും 1,00,000 യോജന വിസ്താരമുള്ളതുമായ പൃഷ്ഠഭാഗത്തോടു കൂടിയ ശരീരത്തോടെ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് പ്രവേശിക്കുകയും ജലത്തിലാണ്ടുപോയ പർവ്വതവര്യനെ മേലോട്ടുയർത്തുകയും ചെയ്തു. ഈ ശ്ലോകത്തിൽ ഭട്ടേരിപ്പാട് മനഃപൂർവം ഹേ വിഷ്ണു എന്ന് വിളിക്കുക. അതായത് വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവവ്യാപിയാണ്. സർവവ്യാപിയായ ഭഗവാന് ഏതു സമയത്തും എവിടെയും ഏത് രൂപവും സ്വീകരിച്ച് ചെല്ലാൻ പ്രയാസമില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. ഇങ്ങനെ മന്ദരപർവ്വതം പൊക്കിക്കൊണ്ടുവന്നു ഭഗവാൻ. ആ സമയത്ത് അവർ വീണ്ടും സമുദ്രം കടയാൻ തുടങ്ങി. ഹരേ കൃഷ്ണ.